അണലി ഇതല്ലേ പെട്ടെന്ന് അവരങ്ങനെ കടിക്കും. അണലിനൊക്കെ പിടിച്ചു തന്നെയും ഇപ്പൊ ഇങ്ങനെ മയില് വന്ന കാരണം ഒന്നും കാണില്ല, ചെറുപാമ്പുകളൊന്നും കാണില്ല. അല്ല വീടുകളിലേക്കൊക്കെ വരാറുണ്ട് അങ്ങനെ പാമ്പൊക്കെ? പാമ്പ് ഇങ്ങനെ വീടുകളിലേക്കൊന്നും അങ്ങനെ വരല്ലോ. ഇപ്പൊ ഇവിടെ പുഴയുടെ സൈഡിലേ അവിടെ ഇരുന്നാണ് കടിച്ചത് അന്ന്. അത് ശരി. ഇവർക്ക് ഇങ്ങനെ നാഗദൈവങ്ങൾ അങ്ങനെ വല്ലതും പ്രതിഷ്ഠൊക്കെ ഉണ്ടാവും അല്ലേ? നാഗദൈവങ്ങളുണ്ട്, എല്ലാതും ഉണ്ട് ഇവർക്ക്. എല്ലാ ദൈവങ്ങളെയും പ്രീതിപ്പെടുത്തും. പക്ഷെ ഇവര് ഒരു ഉറുമ്പിനെ പോലും ഇവര് കൊല്ലില്ല. ശരിക്കും അങ്ങനെ കാട്ടിത്തെ മക്കൾ അങ്ങനെയാണല്ലോ, കാട്ടിലൊന്നും നശിപ്പിക്കാൻ പാടില്ല, ഒന്നിനും ഇതാക്കാൻ പാടില്ല, ഒന്നും നശിപ്പിച്ചു കളയില്ല, ഒന്നിനും കൊല്ലില്ല. പാമ്പ് കടിച്ചാൽ പോലും അവരതിനെ വെറുതെ വിടും. അതിന്റെ ഒരു അനുഗ്രഹം ഇതൊക്കെ ഉണ്ടാവും അവർക്ക്. ദൈവാനുഗ്രഹം വളരെ കൂടുതലാ. കാരണം ഒരു ദൈവത്തിന്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രം ഇവര് ജീവിച്ചിരിക്കുന്നത് തന്നെ. കാരണം അത്രയും ഇവരെ പറ്റിച്ചിട്ട് പോകാന്നൊക്കെ പറഞ്ഞാൽ ചിലവരൊക്കെ ബിസിനസ്സുകാരൊക്കെ വന്നവരെ പറ്റിക്കാറൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു കൊടുക്കേ, ഈ ബിസിനസ്സുകാർ വന്നിട്ട് ഇവരെ കാട്ടിലെ ആൾക്കാരല്ലേ, അപ്പൊ അങ്ങനെ കിട്ടും, വെറുതെ കിട്ടും എന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ വന്ന് വിളിച്ചിട്ട് പോകും. അപ്പൊ ചില മരുന്നൊക്കെ പണ്ടൊക്കെ ഇങ്ങനെയല്ല, ഒറ്റമൂലി ചില മരുന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവരത് ഇതാക്കുന്നിട്ട് വരെ അങ്ങനെ അവരുടെ ശാപം കിട്ടൂല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യും. ഇവരുടെ ശാപം ശരിക്കും ഏൽക്കും, നമുക്ക് പറഞ്ഞ അപ്പൊ തന്നെ ഏൽക്കും എന്നുള്ള രീതി പോലെ വരും. അത്ര സിദ്ധരാണ്, നല്ല ആളുകളാണ് അവര്. നമ്മുടെ ഹൈന്ദവാചാരം എല്ലാവരും നല്ല രീതിയിൽ കൊണ്ടാടും.